പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെന്തക്കോസ്ത സമാഗതമായിരിക്കുന്നു. രണ്ടു വാക്ക് നിങ്ങളോട് പങ്കുവെക്കുകയാണ്, ഒന്നിച്ചു പ്രാർത്ഥിക്കുകയും കൂടിയാണ്. ഈ പെന്തക്കോസ്തയുടെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം ഞാനിപ്പോൾ ആശംസിക്കുകയും കൂടി ചെയ്യാണ് എന്റെ പ്രിയപ്പെട്ടവരെയും ഏറെയേറെ പ്രസംഗങ്ങൾ പെന്തക്കോസ്തയെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയും ഒക്കെ കേൾക്കുന്നവരാണ് നിങ്ങൾ. ഇവിടെ ഒരു വാക്ക് മാത്രം ഞാൻ പറയുകയാണ്. തിമോത്തിക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിന്റെ 1:6-7 വചനം, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഏത് ജാതിയിൽപ്പെട്ടവരാരും പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്ക് നിങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞുള്ള ഈശോയോടോ പിതാവിനോടോ മാതാവിനോടോ അന്തോണിയോടോ ഒക്കെ. കാരണം പരിശുദ്ധാത്മാവാണ് അവരുമായുള്ള ബന്ധം നമുക്ക് പുനഃസ്ഥാപിക്കുന്നത്, കൊണ്ടുവരുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് റോമ 8:8 പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കണമെങ്കിലും പരസ്പരം സ്നേഹിക്കണമെങ്കിലും പരിശുദ്ധാത്മാവിന് നിറവ് വേണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കണം, പിതാവിനെ സ്നേഹിക്കണം. എങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടേ മതിയാവും. വേറൊന്നും മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഒറ്റയ്ക്ക് ഒരിടത്തും പോവില്ല. ഹല്ലേലൂയ. പിതാവിനും അത് യേശുവിനെയും കൊണ്ടേ പോകൂ. ത്രിത്വം ഒന്നിച്ചേ സഞ്ചരിക്കൂ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ത്രിത്വമാണ്, മറക്കരുത്. ആ പിതാവിന്റെ മടിയിൽ ഇരുന്നു കൊണ്ട് ഭയം കൂടാതെ യാത്ര ചെയ്യണം. ആരോ പറഞ്ഞ പോലെ 365 തവണ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടി ഉണ്ട് എന്ന്. ലോകാവസാനത്തും വരെ ഉണ്ടായിരിക്കുമെന്നും ഈശോ പറയുണ്ടായി. എങ്ങനെയാണ് ഈശോ നമ്മോടുകൂടി ആയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യോഹന്നാൻ 14:20 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ഞാൻ എന്റെ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയും, അനുഭവിക്കും. ഹല്ലേലൂയ. ഈ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും. അത് പെന്തക്കോസ്ത ഒരു പ്രത്യേക ദിവസമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ഡെയിലി പെന്തക്കോസ്റ്റ്, എന്നും പെന്തക്കോസ്ത ഉണ്ടായിരിക്കണം. എന്നും ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവോട് ഗുഡ് മോർണിംഗും പറഞ്ഞ്, പരിശുദ്ധാത്മാവോട് ഗുഡ് ഈവനിങ്ങും പറഞ്ഞ്, സുപ്രഭാതവും പറഞ്ഞ്, അത് എപ്പോഴും പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് ആത്മാവെ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ പറയുമായിരുന്നു, കൂടെ ഒരു കത്തോലിക്കന്റെ ഏറ്റവും മുഖ്യമായ പ്രാർത്ഥന ഇതായിരിക്കണം, കം ഹോളി സ്പിരിറ്റ്, ആത്മാവെ എഴുന്നള്ളി വരണമേ, ആത്മാവെ പറന്നിറങ്ങി വരണമേ. നമുക്ക് മനോഹരമായ ഗാനങ്ങൾ മലയാളത്തിലുണ്ട്, എനിക്ക് പാടാൻ അറിയത്തില്ലെങ്കിലും. ഹല്ലേലൂയ. ഹൃദയത്തിൽ അതൊക്കെ മൂളിപ്പാട്ടായിട്ട് പാടണം യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും. എപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുമോ അപ്പോൾ ഈശോയും വരും, അത്ഭുതമായിട്ട്, അടയാളമായിട്ട്, സൗഖ്യമായിട്ട്. അവിടുത്തെ രക്തവും മുറിവുകളുമായിട്ട് കടന്നു വരും. ഹല്ലേലൂയ. നിങ്ങളെ സാന്ത്വനപ്പെടുത്തുവാൻ, സുഖപ്പെടുത്തുവാൻ പിതാവിന്റെ മടി തുറന്നു തരും നിങ്ങൾക്ക് കയറിയിരിക്കാൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ഈശോ പോകുന്നിടത്തെല്ലാം അമ്മയുണ്ട് കൂടെ. അമ്മയെ അവിടെ ഉണ്ടായിരിക്കും, പരിശുദ്ധ കന്യാമറിയം. അമ്മയുടെ മടിയിലും ചാടിയിരിക്കാൻ പറ്റും, സ്നേഹത്ത് മാതൃസഹജമായ സ്നേഹം അനുഭവിച്ച്. മാത്രമല്ല കൂട്ടായ്മ, വിശുദ്ധയുടെ കൂട്ടായ്മ അനുഭവിക്കും. ഈ ലോകത്തിലെ ആളുകളുടെ കൂട്ടായ്മയും അതിലൂടെ അനുഭവിക്കും. പരിശുദ്ധാത്മാ കടന്നു വരുമ്പം അപ്പനെയും അമ്മയും കൂടുതൽ സ്നേഹിക്കാൻ കഴിയും, ഭാര്യയെ ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയും, വിശ്വസ്തയോടെ സ്നേഹത്തോടെ കൂടുതൽ ജീവിക്കാൻ കഴിയും. നമ്മൾ ഇന്ന് നമുക്കറിയാം, സ്നേഹം അറ്റുപോയിരിക്കുകയാണ് അധർമ്മം വർദ്ധിച്ചിരിക്കുന്നതിനാൽ. നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷം 24:12. ഈ സ്നേഹം തിരിച്ചു വരണം നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, ലോകം മുഴുവനും. ഹല്ലേലൂയ. ദൈവം സ്നേഹമാകുന്നു. ഈ ദൈവസ്നേഹം മനുഷ്യൻ തൊട്ടറിയുന്നത്, അനുഭവിച്ചത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇതൊരിക്കലും മറക്കരുത്. അപ്പോൾ ഈ ആത്മാവിനെ ക്രൈസ്തവർ ആദ്യം സ്വീകരിച്ച് ജ്ഞാനസ്ഥാനത്തിലുള്ള കൈവപ്പിലൂടെ, പിന്നീട് സ്ഥൈര്യലേപനത്തോടെയുള്ള കൈവപ്പിലൂടെ, മാത്രമല്ല പല ധ്യാനങ്ങളിലും പല പ്രാർത്ഥനകളിലും. ഒരു വിഷയം നിങ്ങളുടെ പിതാക്കന്മാര് അല്ലെങ്കിൽ അച്ഛന്മാർ മെത്രാന്മാരൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു വിഷയം നിങ്ങളുടെ സഹോദരരായിരിക്കാം. അപ്പോഴെല്ലാം നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടി. ഇവിടെ പൗലോസ് തിമോത്തി എന്ന ചെറുപ്പക്കാരനോട് പറയാണ്, ഈ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ജ്വലിക്കുന്ന ആത്മാവുണ്ടായിരിക്കണം. ഇങ്ങനെ ഞമ്മ ജീവിതമല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ.
നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജൂഡയാലും ശമറിയാലും ലോകത്തിന്റെ എല്ലാ അതിർത്തികളും നിങ്ങൾ സാക്ഷികളായി തീരും. 1:8 അപ്പസ്തോല പ്രവർത്തനങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ ശക്തരാണ്, നമ്മൾ ബലഹീനരല്ല. നമ്മുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തുവാനാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതെന്ന് മറക്കരുത്. നമുക്കറിയാം, ഏറെ രോഗവും വിഷമവും ഉണ്ടായിരുന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞത് എന്റെ കൃപ മതി എന്ന്. ഹല്ലേലൂയ. കൃപയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ആ കൃപയാണ് നയിക്കപ്പെട്ടവർ. ഈ ലോകത്തിൽ നമുക്കറിയാം, ഈ കൃപയുള്ളവരെ അന്വേഷിക്കുകയാണ് കർത്താവ്. ഈ നാളുകളിലൊക്കെ ലോകാവസാനത്തെപ്പറ്റിയും ഭൂമി കുലുക്കത്തെപ്പറ്റിയും ഒരു ശേല അണുബോംബിന്റെ പ്രസംഗത്തെപ്പറ്റിയോ ന്യൂക്ലിയർ ബോംബിനെ പറ്റിയോ ഒക്കെ കേൾക്കുന്നുണ്ട്. യുദ്ധം 3 മഹായുദ്ധം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തും നടക്കട്ടെ, നമുക്ക് ആ യേശുവിനോട് ചേർന്നിരിക്കണം. എങ്ങനെ യേശുവിനോട് ചേർന്നിരിക്കാം? ആത്മാവ് കടന്നു വരുമ്പോൾ. ഹല്ലേലൂയ. ഈശോ നമ്മോട് ചേർന്നിരിക്കുന്ന ആത്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറഞ്ഞു, റോമാക്കാർക്ക് ലേഖനം 8:11 അവർ യേശുവിന്റെ ആത്മാവില്ലാത്തവൻ യേശുവിനുള്ളവനല്ല. ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ ജ്ഞാനസ്ഥാനത്തിലും കൂടാശകളും പ്രാർത്ഥനകളിലും സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവനോട് കൂടിച്ചേർന്നുള്ള ഒരു ജീവിതം അത് സന്തോഷത്തിന്റെയാണ്. സദാ സന്തോഷിക്കുവിൻ, കർത്താവിൽ സന്തോഷിക്കുവിൻ, ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു സന്തോഷിക്കുവിൻ. നമുക്കറിയാം ഫിലിപ്പിയർ 4:4 അടിയും തൊഴിയും കൊണ്ട് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ആണ് അദ്ദേഹം അത് എഴുതിയത് എന്നോർക്കണം. അപ്പൊ വേദനയുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും പട്ടിണിയുണ്ടെങ്കിലും ആത്മഹത്യക്കല്ല പോകേണ്ടത്, കൊലപാതകത്തിനും മഴച്ചതയ്ക്കുമല്ല പോകേണ്ടത്. പിന്നെയോ ആത്മാവിലേക്ക് ഹൃദയം തുറന്നു കൊടുക്കണം. ആത്മാവേ വരണമേ, അപ്പോൾ നീ സന്തോഷമുള്ള ആളായിത്തീരും. അങ്ങനെ കർത്താവിൽ സന്തോഷിക്കുക. അപ്പൊ കർത്താവിന് ശക്തിയും കിട്ടും. അവൻ ശക്തനാണ്. ഒരിക്കലും നീ ബലഹീനല്ല. അതെ, ബലഹീനത കൊണ്ട് ഞാൻ കള്ളു കുടിക്കാൻ പോയി, ബലഹീനത കൊണ്ട് പെണ്ണ് പിടിക്കാൻ പോയി, ആ ബലഹീനത കൊണ്ട് ഞാൻ പുകവലിക്കുന്നു, അതൊക്കെ മാറ്റണം. പുതിയൊരു സ്റ്റൈൽ തുടങ്ങണം. യേശുവിനുള്ളവരായിത്തീരണം. ഹല്ലേലൂയ. അത് അവിടെ യേശുവിനോട് ചേർന്നിരിപ്പിനെത്ര മനോഹരം. ആ യേശുവിനെ കാണുന്നത് ആ മുണ്ടഞ്ചേരി അച്ഛൻ എഴുതിയ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ, എന്റെ കണ്ണുകൾ തുറന്നു തരണമേ, എന്റെ കാതുകൾ തുറന്നു തരണമേ, എന്റെ ഹൃദയം തുറന്നു തരണമേ, എനിക്ക് യേശുവിനെ കാണണം. ഹല്ലേലൂയ. ആത്മാവിൽ യേശുവിനെ കാണണമെങ്കിൽ പരിശുദ്ധാത്മാവ് കടന്നു വരണം. വരുമ്പോൾ നീ അവനിലും അവൻ നിന്നിലും. നിശ്ചയമായിട്ടും വിശുദ്ധ കുർബാനയിൽ അവന്റെ ശരീരവും രക്തം ഭക്ഷിക്കുമ്പോൾ നീ അവനിലാണ്, അവൻ നിന്നിലുമാണ്. അത് ഇല്ലാത്ത ഏറെ ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന ഹൈന്ദവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, അവിശ്വാസികളുണ്ട്, മാമോദിസ സ്വീകരിക്കാത്തവരുണ്ട്. പ്രിയമുള്ളവരെ, ലോകം മുഴുവനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. തന്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ, കന്നിപ്രസംഗത്തിൽ പത്രോസ് പറഞ്ഞതുപോലെ പെന്തക്കോസ്തായ്ക്ക് ശേഷം അത് അനുദപിക്കൂ, യേശുക്രിസ്തു വിശ്വസിക്കൂ, നിങ്ങൾക്കെല്ലാവർക്കുമുള്ള ദാനമാണ് പരിശുദ്ധാത്മാവിന്റെ ദാനം. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ആത്മാവിനെ സ്വീകരിച്ച അവരുടെ ശക്തി പേടിച്ചു ഭയപ്പെട്ട് അത് മുറിക്കകത്തടച്ചിരുന്ന അപ്പസ്തലന്മാരെ, ഞാൻ പറയാറുള്ളതുപോലെ കോഴിയെപ്പോലെ ഭയന്നിരുന്നവർ, പരിശുദ്ധാത്മാവ് വന്നപ്പോഴേക്ക് സിംഹത്തെപ്പോലെ കർത്താവിന്റെ വചനം അലറിക്കൊണ്ട് ലോകമങ്ങും ചുറ്റി കടന്നു. നമ്മുടെ നാട്ടിലും വന്നു തോമ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ആത്മാവിൽ നമ്മളിങ്ങനെ ചുറ്റി നടക്കണം. ഞാൻ ഓർത്തു പോകും, ചില വചനപ്രഘോഷകരൊക്കെ നടക്കുന്നത് കാണുമ്പോൾ, ഉദാഹരണമായിട്ട് സന്തോഷ് കരിമാത്ര ഒരു അൽമേനിയാണ്, ഒരു അപ്പനാണ്, ഒരു ഭർത്താവാണ്. അതുപോലെ ബെന്നി പുന്നത്തറ, ഇങ്ങനെ കുറെ ചെറുപ്പക്കാരെ എടുത്തു പറയാൻ ഒത്തിരിയുണ്ട്. പേര് പറയാത്തതിൽ ആരും വിഷമിക്കരുത്, എനിക്ക് ഒത്തിരി പേരെ അറിയാം. ആ ഇടുക്കി തങ്കച്ചൻ, ഒത്തിരി പേര്, ആലിശൂട്ടി ചേച്ചി, അല്ലെ മേരിക്കുട്ടി, ക്രിസ്റ്റീനില് ബിജു, ഇവര് സന്തോഷ്, ഇവരൊക്കെ ആത്മാവിലിങ്ങനെ തീ പിടിച്ചവരാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ലോകം മുഴുവൻ നടക്കുകയാണ്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അല്ലെങ്കിൽ മക്കളുണ്ട്, കുടുംബമുണ്ട്, ഒന്നും വിട്ടല്ല. ഈശോയുടെ ആത്മാവിൽ ജ്വലിക്കുന്നവർ. ഇതാണ് പൗലോസ് തിമോത്തിയോട് പറഞ്ഞത്. അത് നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഊർജ്ജസ്വലരായി തീരാം. അത് ഉജ്ജ്വലിക്കുന്നവരെ, പ്രകാശിക്കുന്നവരായി തീരാം. നമ്മൾ ലോകത്തിന്റെ പ്രകാശമായി മാറണം. ഇല്ലെങ്കിൽ അത് കഷ്ടമാണ്. ഇന്ന് ഈ ലോകം മുഴുവൻ നമുക്കറിയാം നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആണ്. ഇവിടെ ഫിലിപ്പിയർക്ക് ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ, ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ വചനം 15 നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ.
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ചുറ്റും നോക്കിയാൽ പാപം വർദ്ധിക്കുന്നു, തിന്മ വർദ്ധിക്കുന്നു. കൊലയും കൊള്ളുവെപ്പും അഭ്യഭിചാരവും അശുദ്ധിയും സീമാതീതമായിരിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികൾ, ആത്മാവിൽ നിറഞ്ഞവർ തീപ്പന്തങ്ങളായിരിക്കണം. ഹല്ലേലൂയ. ആ തീപ്പന്തങ്ങളായിട്ട് യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് അത് ചുറ്റി നടക്കണം. അതിനുള്ള കൃപ നിങ്ങൾക്ക് കർത്താവ് തരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. കിട്ടിയ കർത്താവിനെ മൂടി വെക്കരുത്, വിളിച്ച് പ്രഘോഷിക്കണം. നിങ്ങൾ ചെവിയിൽ കേട്ടത് പുരമകളിൽ പ്രഘോഷിക്കാൻ കർത്താവ് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. അതിനുള്ള വരവും കർത്താവ് തരട്ടെ. ഈ നാളുകളിൽ യേശുവിനെ അംഗീകരിച്ച് ഏറ്റുപറയണം. പറഞ്ഞില്ല, മറ്റവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നില്ല എങ്കിൽ ഞാൻ നിന്നെയും പിതാവിന് മുമ്പിൽ ഏറ്റുപറയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. മത്തായി സുവിശേഷം 10:32. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറാം, ഈശോയെ പറ്റി പറയുന്നവരാകാം. അതിനാണ് പരിശുദ്ധാത്മാവ് ശക്തി തരുന്നത്. 2 കൊരിന്ത്യർ 12:3 പറയുന്ന പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു കർത്താവെന്ന് പറയാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നമുക്ക് ഈശോയെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ നല്ലൊരു പെന്തക്കൊസ്ത ആഘോഷിക്കാം. പള്ളിയിലെ ആഘോഷം പോരാ, പ്രാർത്ഥനാലയങ്ങളിലെ ആഘോഷം പോരാ, വ്യക്തിപരമായി ആഘോഷിക്കണം. അത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ഏറെ സമയം പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കൂ. പണ്ട് ആരോ പറഞ്ഞ പോലെ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പുട്ട് ഉണ്ടാക്കുന്ന പോലെയാണ്. അത് പൊടിയിട്ടിട്ട് തേങ്ങയിടും, പിന്നെയും പൊടിയിടും എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അതാണ് ഈ തേങ്ങാപ്പിയ. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കണം വ്യക്തിപരമായ പ്രാർത്ഥനയെന്ന്. അതുപോലെ ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വരം കിട്ടും. ഭാഷാവരം ആളുകളൊക്കെ കുറ്റം പറഞ്ഞോട്ടെ. നമുക്കറിയാം, ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. 1 കൊരിന്ത്യർ 2:14 പറയുന്നു, ലൗകികർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. റോമ 8:14. ഹല്ലേലൂയ. പണ്ടെങ്ങാണ്ട് മാമോദിസ സ്വീകരിച്ചു, ആത്മാവിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആത്മാവ് പൂശിപ്പോയി അഭിഷേകം ചെയ്യുന്ന കാര്യമില്ല. ഈ അഭിഷേകം, ഈ പൂശൽ ഓരോ ദിവസവും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എനിക്കറിയാം, അഭിഷേകാഗ്നികളും അഭിഷേക പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. എന്നിട്ട് എന്താ അഭിഷേകം ഇല്ലാത്തത്? എന്താണ് പരിശുദ്ധാത്മാവ് കത്തി ജ്വലിക്കാത്തത്? ഈ ഡെയിലി പെന്തക്കൊസ്റ്റ് ഇല്ല. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, ബൈബിൾ വായനയിലൂടെ, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ, പരസ്നേഹ പ്രവൃത്തിയിലൂടെയൊക്കെ, പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെയും കുടുംബത്തിലെ പ്രാർത്ഥനയിലൂടെയും ആത്മാവിനെ വിളിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ ജീവിതം പങ്കുവെച്ചുകൊണ്ട് പറയാം. നിങ്ങൾക്കറിയാം എന്നെ. ഞാൻ ഈ 52 വർഷമായിട്ട് വചനം പ്രഘോഷിച്ച് നടക്കുന്നു. 80ലേക്ക് പ്രവേശിച്ച ഒരു വയസ്സനാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഏറെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കുടുംബങ്ങളിൽ നിന്നുണ്ടായി, വീടുകളിൽ നിന്നുണ്ടായി, എന്റെ സ്വന്തം സമൂഹത്തിൽ നിന്നുണ്ടായി, സന്യാസഭയിൽ നിന്നുണ്ടായി, കത്തോലിക്ക സഭയിൽ നിന്നും മത്താന്മാരിൽ നിന്നൊക്കെ വന്നു. എന്നെപ്പറ്റി അവിക്കാരികളും കുറ്റങ്ങളും എല്ലാം പറഞ്ഞു വരുത്തി. എന്നാലും എനിക്ക് ശക്തനായിട്ട് ഇന്ന് വരെയും ഈ രോഗമെല്ലാം ഉണ്ട്. ഈ വീൽ കസേരയിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും കർത്താവിന്റെ വചനം പോഷിക്കാൻ സാധിക്കുന്നതിന് കാര്യമെന്ത്? ആത്മാവിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഏത് പ്രശ്നം വെച്ചാലും പ്രശ്നം വരുമ്പോൾ ഞാൻ പറയും, പരിശുദ്ധാത്മാവ് വരണമേ, കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വരണമേ. അപ്പൊ ആ പ്രശ്നം പോവും. എങ്ങനെ പോകുന്ന എനിക്കറിയില്ല, ഉരുണ്ടുപോവും, പൊട്ടിപ്പോവും. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് അപ്പോൾ നമ്മളെ ഈശോയുടെ കൂടെ ചേർക്കും. അപ്പൊ ഈശോ പറയും, മോനെ, നിന്റെ കൂടെ ഞാനുണ്ട്, നീ എന്തിനാ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. അത് ഭയം വരുമ്പോ, വേദന വരുമ്പോ, സങ്കടം വരുമ്പോ, ഈ ന്യൂറോപ്പതിക് പെയിൻ, ശരീരം മുഴുവൻ ഇങ്ങനെ കുത്തിയുള്ള വേദനയാ മക്കളെ. ഈ ശരീരത്തിൽ നിന്ന് എല്ലേന്ന് മാംസം പറിക്കുന്ന വേദനയുണ്ട്. അതറിയാവുന്നവർക്കറിയാം ആ വേദന. രാത്രിക്കന്ന് ഒട്ടും ഉറങ്ങത്തില്ല, കാല് മുഴുവൻ മന്ത് പോലെ നീരാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഉണ്ടെങ്കിലും വലിയൊരു ശക്തി എനിക്കുണ്ട്. എനിക്ക് വലിയ ആനന്ദമുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ആനന്ദമാണ്. സദാ സന്തോഷിക്കുവിൻ, ആത്മാവിൽ സന്തോഷിക്കുവിൻ. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ശക്തിയാണെന്ന് നെഹെമ്യാ പ്രവാചകൻ 8:11 പറയുന്നുണ്ട്. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. അപ്പൊ കർത്താവിന്റെ സന്തോഷവും ആ ശക്തിയും ആനന്ദവും അനുഭവിച്ച് മുന്നോട്ട് പോകൂ പ്രിയമുള്ളവരെ. അപ്പോൾ ഈ ലോകത്തിലെ ലൗകികമായതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവനും ഈ ലോകത്തിൽ മാത്രം നെട്ടോട്ടം വെച്ച് ഈ നോട്ടിലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ്. നിത്യതയെപ്പറ്റി ചിന്തിക്കാത്തൊരു കാലഘട്ടം. എന്നെ പൗലോസ്ലീഹായിലൂടെ കർത്താവ് പറയുന്നു, നിന്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഇതെല്ലാം കഴിയും. 80 ഇനി എത്ര നാളുകൾ എനിക്കുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് എന്നെയൊക്കെ നിങ്ങൾ പലരും അപ്രകാരമാണ്. പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരാ കൂടുതൽ മരിക്കുന്നത്. അച്ഛന്മാരാണേലും ചെറുപ്പക്കാരാ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഞാൻ ഈ പറയാൻ കാരണം, ഈ ലോകത്തോട് നമ്മൾ വിട വാങ്ങണം.
ഇവിടെ വാങ്ങുമ്പോൾ നമ്മൾ യേശുവിൻ്റെതായിരിക്കണം. അതാണ് നമ്മൾ 1 കൊരിന്ത്യർ 15 അധ്യായം 24 വായിക്കുന്നത്. എന്നോടുകൂടിയുള്ളവരെ ഒന്നിച്ചു ചേർന്ന് എന്റെ പിതാവിന് രാജ്യമായി സമർപ്പിക്കും, അപ്പോൾ ലോകം അവസാനിക്കും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഒത്തിരി ക്രിസ്ത്യാനികളല്ല നോക്കുന്നത്, യഥാർത്ഥ സത്യക്രിസ്ത്യാനികളെയാണ്. ആത്മാവിൽ പൂരിതരായ, ഞാൻ ഓർക്കാറ് പണ്ടത്തെ ബൈബിളിലെല്ലാം അങ്ങനെയായിരുന്നു, പരിശുദ്ധാത്മാവിൽ പൂരിതരായി എന്ന വാക്ക് വളരെ മനോഹരമായിരുന്നു. ആ പെന്തക്കോസ്തായെ പറ്റി പറയുന്നത്, പരിശുദ്ധാത്മാവോട് വന്നപ്പോൾ അവർ ആത്മാവിൽ പൂരിതരായി. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യുന്നല്ല പറഞ്ഞിരിക്കുന്നത്, തൊട്ടുപോയെന്നല്ല, സ്വീകരിച്ചു എന്നുമല്ല, പൂരിതർ. നമ്മൾ ആത്മാവിൽ പൂരിതരായിരിക്കണം. ഹല്ലേലൂയ. അതായത് പരിശുദ്ധാത്മാവിന്റെ ആ പ്രകാശം, ആ ശക്തി, ആ കൃപ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളെയും രൂപാന്തരപ്പെടുത്തണം, തരിപ്പിക്കണം, ഉജ്ജ്വലിപ്പിക്കണം, ശക്തിപ്പെടുത്തണം. അങ്ങനെ ഓരോ നിമിഷവും പറയാനാകണം, ഈശോ എന്റെയാണ്, ഈശോ എന്റെയാണ്, ഈശോ എന്റെയാണ്, എന്റെ ഈശോ, എന്റെ ഈശോ. നമ്മളെ പണ്ട് അമ്മച്ചി പഠിപ്പിച്ചില്ലേ, എന്തെങ്കിലും വരുമ്പോ എന്റെ ഈശോ എന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. ഹല്ലേലൂയ. ആത്മാവേ വരണമേ, ഈശോയെ വിളിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, ഈശോയോടെ ആയിരിക്കാൻ ഞാൻ അനുവദിക്കണമേ. അപ്പോൾ ഈശോയുടെ കൂടെ പിതാവുണ്ട്, ആ പിതാവിന്റെ കൂടെ അമ്മ മറിയമുണ്ട്, എല്ലാ വിശുദ്ധരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. അതെ, ഞാൻ പെന്തക്കോസ്തായുടെ എല്ലാ അനുഗ്രഹങ്ങളും മംഗളങ്ങളും ആശംസിക്കുകയാണ്. നിങ്ങൾ ഒത്തിരി എന്നെ സ്നേഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് എനിക്ക് വേണ്ടി. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ പെന്തക്കോസ്ത തിരുനാളിലും, മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മിനി പെന്തക്കോസ്ത, അതായത് വ്യക്തിപരമായ പ്രാർത്ഥനയിലെ പെന്തക്കോസ്താലും ഉണ്ടാകട്ടെ. അങ്ങനെ പെന്തക്കോസ്തായുടെ മക്കളായി നമുക്ക് മുന്നോട്ട് പോകാം. ആത്മാവിൽ പൂരിതരായി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ സ്വർഗം, നരകം, അല്ലെങ്കിൽ നിത്യത, വിശുദ്ധർ, പുണ്യം, കൂടാശകൾ ഇവയെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യമുള്ളവരായി അതിനുവേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തുറക്കട്ടെ, ആന്തരിക പഞ്ചേന്ദ്രിയങ്ങളെ തുറക്കട്ടെ. യേശുവിനെ കാണാം, തൊടാം, മണക്കാം, ആസ്വദിക്കാം, ഈശോയോട് കൂടിയായിരിക്കാം. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയോ ഈ കുട്ടികളോട്, എന്റെ മക്കളോട് പറഞ്ഞു. എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. സ്വയംപ്രേരിതമായിട്ട് ധ്യാനങ്ങൾക്കിടയിലെ തിരക്കിനിടയിൽ ഞാൻ പറഞ്ഞതാണ്. പെന്തക്കോസ്തായുടെ തിരുനാൾ ഞങ്ങൾക്ക് ആശംസിച്ചുകൊണ്ടാണ് ഈ ചെറിയ വീഡിയോ. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ആത്മാവിൽ ഉജ്ജ്വലിപ്പിക്കണമേ, ആത്മാവിൽ പൂരിതരാക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ മാത്രമല്ല, ഇവിടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും, മാതാപിതാക്കളെ, മക്കളെ, കൊച്ചുമക്കളെ, ജീവിത പങ്കാളിയെ എല്ലാം ആത്മാവിൽ പൂരിതമാക്കണമേ. കുടുംബം തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കുടുംബമായി മാറട്ടെ. അവരുടെ ഇടവകകൾ പരിശുദ്ധാത്മാവിൽ പൂരിതമാകട്ടെ. കഥാവിൽ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടവകയിലെ വികാരിച്ചതോടുകൂടി ഞാനിപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സമുദ്രത്തിലേക്ക് എറിയുന്നു. ആത്മാവിന്റെ സമുദ്രത്തിലേക്ക് രൂപരെ കത്തോലിക്ക സഭ മുഴുവനും ഞാൻ എറിയുന്നു. ഈ ഒരു പുതിയ സടകുടഞ്ഞ എഴുന്നേൽക്കുന്ന സിംഹം പോലെ കത്തോലിക്ക സഭ ഉണരട്ടെ, വളരട്ടെ. അതോടുകൂടി മറ്റ് ഇതര സഭകളും യോജിക്കട്ടെ, ഇതര ജാതികളും യോജിക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവ് ഈ ലോകം മുഴുവൻ സ്നേഹത്തിൽ ഉജ്ജ്വലിക്കുന്ന ഒരു കുടുംബമായി മാറട്ടെ. ഞാൻ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്നെ ശ്രവിക്കുന്നവർ ഓരോരുത്തരുടെയും ശിരസിൽ ഞാൻ കൈകൾ വെച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. ആത്മാവെ കടന്നു വരൂ, ആത്മാവെ ശുദ്ധീകരിക്കൂ, ആത്മാവെ വിടുതൽ നൽകൂ, ആത്മാവെ സൗഖ്യം കൊടുക്കൂ, ആത്മാവെ നിറയ്ക്കൂ. സ്നേഹം, സമാധാനം, സന്തോഷം, ക്ഷമ, കാരുണ്യം, നന്മ, ദീർഘശാന്തത, എളിമ, വിശുദ്ധി ഇവയെല്ലാം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. നിങ്ങൾ ഓരോരുത്തരെയും ജീവജലമാകുന്ന പരിശുദ്ധാത്മാവുടെ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് അർപ്പിച്ച് മാതാവിന്റെ മധ്യസ്ഥവും വിശുദ്ധരുടെ മധ്യസ്ഥവും ധ്യാനിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പെന്തക്കോസ്തായുടെ സർവ്വവിധ മംഗളങ്ങളും. സഭയുടെ ഏറ്റവും വലിയ തിരുനാൾ ആണ് ഇത്. ആമേൻ.